കുഞ്ഞുങ്ങളുടെ പോഷകാഹാര ഉൽപ്പന്നങ്ങൾ പലതും ഇപ്പോൾ തിരിച്ച് വിളിച്ചിരിക്കുകയാണ് നെസ്ലെ കമ്പനി. ഈ ഉൽപ്പന്നങ്ങളിൽ വിഷാംശം കലർന്നിട്ടുണ്ടാകാം എന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇത് ബാധിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 6-ന് നെസ്ലെ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ചില ബാച്ചുകളിലെ പാൽപ്പൊടികളിൽ സെറുലൈഡ് എന്ന വിഷാംശം അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഭക്ഷണത്തിൽ വിഷബാധ ഏൽപ്പിക്കാൻ ശേഷിയുള്ള ഈ വിഷാംശം കുട്ടികളിൽ ഛർദ്ദിക്കും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമാകാം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള 31 യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലെ 3 രാജ്യങ്ങളിലും ഹോങ്കോങ്ങിലും വിറ്റ ഉൽപ്പന്നങ്ങളെയാണ് നിലവിൽ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നെസ്ലെ വിൽക്കുന്ന നാൻ പ്രോ, ലാക്ടോജൻ പ്രോ തുടങ്ങിയ ബ്രാൻഡുകൾ നിലവിൽ തിരിച്ചു വിളിച്ചവരുടെ പട്ടികയിൽ ഇല്ല. എങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് ആ പട്ടിക പുതുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ബാസിലസ് സെറസ് എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശമാണിത്. ഇത് ചൂടിനെ പ്രതിരോധിക്കാൻ കൂടി ശേഷിയുള്ളതാണ്. അതായത് ഈ പാൽപ്പൊടി കലക്കിയ വെള്ളം തിളപ്പിച്ചാലും ഈ വിഷാംശം നശിച്ചു പോകില്ല. അതുതന്നെയാണ് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കുട്ടികൾക്ക് പാൽ നൽകിയ ശേഷം ഛർദി, തളർച്ച, ഭക്ഷണം കഴിക്കാൻ മടി എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഈ പാൽ തയ്യാറാക്കുമ്പോൾ അതീവ ശുചിത്വം പാലിക്കുക. വിദേശത്ത് നിന്നും വരുന്നവർ അവിടെ നിന്ന് വാങ്ങിയ പാൽപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാച്ച് നമ്പറുകൾ കൃത്യമായി പരിശോധിക്കണം. നെസ്ലയുടെ അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരിൽ നിന്നാണ് ഈ ക്രമക്കേട് ഉണ്ടായതെന്നാണ് നിഗമനം. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ച ആർക്കും അസുഖം ബാധിച്ചതായി റിപ്പോർട്ടുകളുമില്ല. നാൻ SMA, ബെബ എന്നീ ഉൽപ്പന്നങ്ങളാണ് നെസ്ലെ തിരിച്ചു വിളിച്ചത്. ജനുവരി 6-ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ കമ്പനി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ബേബി ഫോർമുല ഉൽപ്പന്നത്തിന്റെ ചില ബാച്ചുകൾ കുട്ടികൾക്ക് സുരക്ഷിതം അല്ലെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. നെസ്ലെ ബേബി ഫോർമുല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭക്ഷ്യ സുരക്ഷാ റെഗുലേറ്ററിയും മുന്നറിയിപ്പ് നൽകിയതായി സൗദി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാൻ, അൽഫാമിനോ, S26 ഗോൾഡ്, S26 അൾട്ടിമ എന്നീ ബ്രാൻഡുകളിൽ വിൽക്കുന്ന ചില ശിശു ഫോർമുല ഉൽപ്പന്നങ്ങൾക്ക് ഈ ഉപദേശം ബാധകമാണെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തിരിച്ചറിഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഉടൻ നിർത്തി സുരക്ഷിതമായി അത് നശിപ്പിക്കണമെന്നും സൗദി ഫുഡ് അതോറിറ്റി അഭ്യർത്ഥിച്ചു. ബാധിക്കപ്പെട്ട ബാച്ചുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുമെന്ന് ഉറപ്പാക്കാൻ നെസ്ലെ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഇറ്റലി, സ്വീഡൻ എന്നിവ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇത് ബാധിച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത്. 10ഓളം ഫാക്ടറികളിൽ നിന്നുള്ള 800-ലധികം ഉൽപ്പന്നങ്ങളെ ഈ നടപടി നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിലായി ആകെ 37 രാജ്യങ്ങളിലെ വിപണിയിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാനാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. ഏഷ്യൻ രാജ്യങ്ങളിൽ ഹോങ്കോങ് മാത്രമാണ് നിലവിൽ ഈ പട്ടികയിൽ പെട്ടിട്ടുള്ളത്.